പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ 6ാമത്തെ യൂണിറ്റായ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് എന്ന യൂണിറ്റിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് ഈ വീഡിയോയിൽ നൽകുന്നത്. ഈ യൂണിറ്റിൽ 1ാം വർഷം പഠിച്ചിട്ടുള്ളത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം, വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് ഇനീഷ്യലൈസേഷൻ, കോൺസ്റ്റ് മോഡിഫയർ, ടൈപ്പ് മോഡിഫയർ, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, ടൈപ്പ് കൺവേർഷൻ തുടങ്ങിയവയാണ്. ഈ ടോപ്പിക്കിൻ്റെ ഒരു റിവിഷൻ ക്ലാസ്സാണ് ഈ വീഡിയോ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം പഠിച്ചത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാം എഴുതുമ്പോൾ ആ ഒരു പ്രോഗ്രാമിനൊരു സ്ട്രക്ചറുണ്ട്. എത്ര വലിയ പ്രോഗ്രാമാണെങ്കിലും ചെറിയ പ്രോഗ്രാമാണെങ്കിലും ഒരു പ്രത്യേക സ്ട്രക്ചറിലാണ്, പ്രത്യേക മാതൃകയിലാണ് C++ൻ്റെ എല്ലാ പ്രോഗ്രാമുകളും എഴുതുന്നത്. C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിന് 4 ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തേത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്, 2 ഹെഡർ ഫയൽ, 3 മെയിൻ ഫംഗ്ഷൻ, 4 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ 4 കാര്യങ്ങളാണ് C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറിൽ വരുന്നത്. അതിലൊന്നാമത്തത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ആണ്. സ്ക്രീനിൽ നിങ്ങൾക്ക് C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ കാണാം. അതിൽ ആദ്യം കാണുന്ന ഹാഷ് ഇൻക്ലൂഡ് ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിന് എക്സാമ്പിളാണ്. ഏതൊരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവും ഹാഷ് എന്ന സിമ്പൽ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കമ്പൈലറിന്, C++ൻ്റെ കമ്പൈലറിന് ഒരു നിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. അതുപോലുള്ള വ്യത്യസ്ത ഹാഷ് ഇൻക്ലൂഡ് പോലുള്ള വേറെയും പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ് ഉണ്ട്. ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡെഫ് തുടങ്ങിയവ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിന് ഉദാഹരണമാണ്. ഇപ്പോൾ C++ പ്രോഗ്രാം എഴുതുമ്പോൾ ആദ്യം വരേണ്ടത് ഒരു പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആണ്. രണ്ടാമത്തെ ഭാഗം ഹെഡർ ഫയലാണ്. ഹാഷ് ഇൻക്ലൂഡിൻ്റെ കൂടെ ഒരു ഹെഡർ ഫയൽ കാണാം. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷനുകൾ, അതേപോലെ ക്ലാസുകൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചിട്ടുള്ള C++ ഫയലുകളെയാണ്, C++ കോഡുകൾ ഉൾക്കൊള്ളുന്ന ഫയലുകളെയാണ് ഹെഡർ ഫയൽസ് എന്ന് പറയുന്നത്. ഒരു ഹെഡർ ഫയലിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള C++ പ്രോഗ്രാമിംഗ് കോഡുകൾ ഉണ്ടായിരിക്കും. മൂന്നാമത്തത് മെയിൻ ഫംഗ്ഷനാണ്. ഒരു C++ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷൻ എല്ലാ C++ പ്രോഗ്രാമിലും ഉണ്ടായിരിക്കും. C++ പ്രോഗ്രാമിൽ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. ഈ മെയിൻ ഫംഗ്ഷനകത്താണ് 4ാമത്തെ ഭാഗമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വരിക. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള, നമ്മൾ എഴുതുന്ന, പ്രോഗ്രാമേഴ്സ് എഴുതുന്ന പ്രോഗ്രാമിംഗ് കോഡുകളെയാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ഒന്നോ അതിൽ കൂടുതലോ ആവാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നത്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സിന് ഉദാഹരണങ്ങളാണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടബിൾ കോഡുകളാണ്. പ്രോഗ്രാമിൽ കമ്പ്യൂട്ടറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഭാഗമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെ C++ പ്രോഗ്രാമിനെ നമുക്ക് 4 ഭാഗമായിട്ട് തിരിക്കാം. ഏതൊക്കെയാണ്? പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സ്, ഹെഡർ ഫയൽസ്, ദി മെയിൻ ഫംഗ്ഷൻ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവിടെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്സിന് എക്സാമ്പിൾ പഠിക്കണം. അതേപോലെ C++ൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഫംഗ്ഷൻ ഏതാണ്? മെയിൻ ഫംഗ്ഷനാണ്. ഇങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതേപോലെ C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. അങ്ങനെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഈ 4 പോയിന്റുകൾ
വിശദീകരിക്കുന്നതോടൊപ്പം ഈ സ്ട്രക്ചർ, ഈ സ്ക്രീനിൽ കാണുന്ന സ്ട്രക്ചർ എഴുതുകയും വേണം. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് കമൻസ് ആണ്. C++ 2 തരം കമൻസ് ഉണ്ട്: സിംഗിൾ ലൈൻ കമൻറ്റ്, മൾട്ടി ലൈൻ കമൻറ്റ്. ഈ കമൻറ്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. C++ൻ്റെ ഓരോ ഭാഗങ്ങളെയും വിശദീകരിക്കുന്ന, അതിൻ്റെ ഉപയോഗം പറയുന്ന ഇൻറ്റേർണൽ ഡോക്യുമെൻറ്റേഷനാണ് കമൻറ്റ്സ്. ഇപ്പോൾ സിംഗിൾ ലൈൻ കമൻറ്റ് എഴുതുന്നത് 2 സ്ലാഷുകൾ ഉപയോഗിച്ചിട്ടാണ്. 2 സ്ലാഷിന് ശേഷം എഴുതുന്ന കാര്യം പ്രോഗ്രാമിൻ്റെ ഭാഗമായി കണക്കാക്കില്ല, പക്ഷേ അതൊരു കമൻ്റാണ്. മൾട്ടി ലൈൻ കമൻറ്റ് എഴുതുന്നത് ഇവിടെ കാണുന്ന സിമ്പിൾ /സ്റ്റാറും അതേപോലെ */ ഇവയ്ക്ക് ഇടയിൽ എഴുതുന്നതാണ് മൾട്ടി ലൈൻ കമൻറ്റ്. അപ്പോൾ മൾട്ടി ലൈൻ കമൻറ്റിൻ്റെ ആരംഭത്തിൽ സ്ലാഷും സ്റ്റാറും ഉണ്ടാകും, അവസാനത്തിൽ സ്റ്റാറും സ്ലാഷും ഉണ്ടാകും. ഇതിൽ ഇടയിൽ വരുന്നത് മൾട്ടി ലൈൻ കമൻറ്റായി പരിഗണിക്കും. അവയെ കമ്പൈലർ, C++ൻ്റെ കമ്പൈലർ എന്ത് ചെയ്യൂല, അതിനെ മെഷീൻ ലെവൽ കോഡിലേക്ക് മാറ്റില്ല. ഇത് പ്രോഗ്രാം എഴുതുന്ന ആളുകൾക്കും പ്രോഗ്രാം പഠിക്കുന്ന ആളുകൾക്കും ആ പ്രോഗ്രാം ഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അവിടെ എഴുതി ചേർക്കുന്ന ചില കമൻറ്റുകളാണത്. അതിന് ശേഷം നമ്മൾ പഠിച്ചത് വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ആണ്. വേരിയബിൾ എന്താണ് എന്നുള്ളത് കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേരിയബിൾ ഡിക്ലറേഷൻ്റെ സിൻടാക്സ് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം. ഡാറ്റ ടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ് ഇവയാണ്. അപ്പോൾ ഡാറ്റ ടൈപ്പിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് വരും. വേരിയബിൾ നെയിമിൻ്റെ സ്ഥാനത്ത് ഒരു നെയിം, വേരിയബിളിന് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന നെയിം നൽകുക. അപ്പോൾ അവിടെ 3 എക്സാമ്പിൾ ഉണ്ട്. ഇൻറ്റ് എ, അവിടെ ഡാറ്റ ടൈപ്പ് ഇൻറ്റ് ആണ്, വേരിയബിൾ നെയിം എ ആണ്. അപ്പോൾ എ എന്ന വേരിയബിൾ നമുക്ക് ഇൻറ്റിജർ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ വേരിയബിൾ ഡിക്ലറേഷൻ്റെ എക്സാമ്പിൾ ഇൻറ്റ് നം, അതും ഒരു ഇൻറ്റിജർ വേരിയബിളാണ്, വേരിയബിൾ നെയിം നം. നെക്സ്റ്റ് ക്യാർ സി, ഡാറ്റ ടൈപ്പ് ക്യാർ ആണ്, അതുകൊണ്ട് സി എന്ന വേരിയബിളിൽ നമുക്ക് ഒരു ക്യാരക്ടർ ഡാറ്റ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ. വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് സ്റ്റാർട്ടിംഗ് വാല്യൂ നൽകുന്ന പ്രക്രിയക്കാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിളിലേക്ക് സ്റ്റാർട്ടിംഗ് വാല്യൂ നൽകാം. അപ്പോൾ ഡാറ്റ ടൈപ്പ്, വേരിയബിൾ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അതിന് ശേഷം വരുന്ന വാല്യൂ, നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ. എക്സാമ്പിൾ നോക്കുക: ഇൻറ്റ് എ, എയിലേക്ക് 10 എന്ന വാല്യൂ അസൈൻ ചെയ്തു. രണ്ടാമത്തെ എക്സാമ്പിൾ ഇൻറ്റ് നം, അതിലേക്ക് 50 എന്ന വേരിയബിൾ സ്റ്റാർട്ടിംഗ് വാല്യൂ നൽകി. നെക്സ്റ്റ് ക്യാർ സി, അതിലേക്ക് എക്സ് എന്ന ക്യാരക്ടർ സി എന്ന വേരിയബിളിലേക്ക് നൽകി. ഇത് സ്റ്റാർട്ടിംഗ് വാല്യൂ ആണ്, പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വാല്യൂസ് മാറ്റാൻ പറ്റും. ഇങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് വാല്യൂ നൽകിയിട്ട് അതിനെ ഇനീഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിലേക്ക് സ്റ്റാർട്ടിംഗ് വാല്യൂ നൽകുന്ന പ്രക്രിയക്കാണ് വേരിയബിൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ പഠിച്ചത് കോൺസ്റ്റ് മോഡിഫയർ ആണ്. The keyword const is used to create symbolic constant. കോൺസ്റ്റ് കീവേഡ് ഉപയോഗിക്കുന്നത് സിംബോളിക് കോൺസ്റ്റൻറ്റുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്: കോൺസ്റ്റ് ഫ്ലോട്ട് പൈ 3.14. ഇവിടെ നോക്കൂ, അതൊരു വേരിയബിൾ ഇനീഷ്യലൈസേഷൻ ആണ്. പൈ എന്ന വേരിയബിളിലേക്ക് 3.14 എന്ന വാല്യൂ നൽകി. അവിടെ കോൺസ്റ്റ് ഉപയോഗിച്ചത് കൊണ്ട് പൈയുടെ വാല്യൂ ഇനി നമുക്ക് മാറ്റാൻ സാധിക്കില്ല. കോൺസ്റ്റ് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ പൈയുടെ വാല്യൂ നമുക്ക് വീണ്ടും മാറ്റാം. പക്ഷേ കോൺസ്റ്റ് അവിടെ ഉപയോഗിച്ചത് കൊണ്ട് പൈ എന്ന ആ ഫ്ലോട്ട് വേരിയബിളിൻ്റെ വാല്യൂ എപ്പോഴും 3.14 ആയിരിക്കും. അത് മാറ്റാൻ കഴിയില്ല. മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ എറർ കാണിക്കും, എററാണ്. ഇങ്ങനെ സിംബോളിക് കോൺസ്റ്റൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റ് മോഡിഫയർ ഉപയോഗിക്കുന്നത്. ഇതേപോലെ ഫ്ലോട്ട്, ഇവിടെ ഇപ്പോൾ ഫ്ലോട്ട് വേരിയബിളാണ് ഉപയോഗിച്ചത്. അതേപോലെ ഇൻറ്റ്, ക്യാർ തുടങ്ങിയിട്ടുള്ള മറ്റു ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിച്ച് നമുക്ക് സിംബോളിക് കോൺസ്റ്റൻറ്റുകൾ ഉണ്ടാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, കോൺസ്റ്റ് വേരിയബിൾ ഡാറ്റ ടൈപ്പിന് മുന്നെയാണ് എഴുതേണ്ടത്.
നോക്കൂ, കോൺസ്റ്റ്, ഫ്ലോട്ട്, ബൈ 3.14. കോൺസ്റ്റ് മോഡിഫയർ പഠിച്ചതിന് ശേഷം നമ്മൾ പഠിച്ചത് ടൈപ്പ് മോഡിഫയേഴ്സ് ആണ്. മോഡിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാറ്റം വരുത്തുക എന്നാണ് അല്ലേ. അപ്പോൾ ടൈപ്പ് മോഡിഫയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ടൈപ്പ് മോഡിഫയേഴ്സ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഒരു ഡാറ്റാ ടൈപ്പിൻ്റെ സൈസ്, റേഞ്ച്, അതിൻ്റെ പ്രിസിഷൻ, ഇതൊക്കെ മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ടൈപ്പ് മോഡിഫയേഴ്സ് ഉപയോഗിക്കുന്നത്. ഓരോ ഡാറ്റാ ടൈപ്പിൻ്റെയും സൈസും റേഞ്ചും എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഫണ്ടമെൻ്റൽ ഡാറ്റാ ടൈപ്സിൻ്റെ സൈസും റേഞ്ചും, ഇവയിലൊക്കെ നമുക്ക് മാറ്റം വരുത്താം. ഓരോ ഡാറ്റാ ടൈപ്പിൻ്റെയും സൈസും റേഞ്ചും നമുക്ക് മാറ്റം വരുത്താം. അതിനുപയോഗിക്കുന്ന കീവേഡ്സ് ആണ് ടൈപ്പ് മോഡിഫയേഴ്സ്. അപ്പോൾ സാധാരണ ഉപയോഗിക്കുന്ന ടൈപ്പ് മോഡിഫയേഴ്സ് ആണ് സൈൻഡ്, അൺസൈൻഡ്, ലോങ് ആൻഡ് ഷോർട്ട്. ഈ 4 മോഡിഫയേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഡാറ്റാ ടൈപ്പിൻ്റെ സൈസും റേഞ്ചും മാറ്റം വരുത്താം. അപ്പോൾ ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ കീവേഡ്സ് ആണ് ടൈപ്പ് മോഡിഫയേഴ്സ്. ഡാറ്റാ ടൈപ്പിൻ്റെ സൈസും റേഞ്ചും മാറ്റം വരുത്താൻ, അല്ലെങ്കിൽ പ്രിസിഷൻസും മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന കീവേഡ്സിനെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് മോഡിഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ കോൺസ്റ്റ് എന്ന കീവേഡും വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺസ്റ്റ് ഉപയോഗിച്ച് സിംബോളിക് കോൺസ്റ്റൻറ്റ് എഴുതുവാനുള്ള എക്സാമ്പിൾസ് ചോദിക്കാറുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അതിന് 1 ബൈറ്റ് ആണ്, സൈസ് 1 ബൈറ്റ് ആണ്. ഷോർട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഇൻറ്റ്, സാധാരണ ഇൻറ്റിൻ്റെ സൈസ് 4 ബൈറ്റ് ആണ്. ഷോർട്ട് ഇൻറ്റ് അല്ലെങ്കിൽ ഷോർട്ട് എന്ന് കൊടുത്താൽ ഇൻറ്റിൻ്റെ സൈസ് ഷോർട്ട് ഇൻറ്റിജറായി മാറും, അതായത് 2 ബൈറ്റ് ആയിട്ട് മാറും. അതുപോലെ ലോങ് ഇൻറ്റ് അല്ലെങ്കിൽ ലോങ്, സാധാരണ ഇൻറ്റിൻ്റെ സൈസ് 4 ആണ്. ലോങ് ഇൻറ്റിൻ്റെയും അത് സൈസ് എന്താണ്? 4 തന്നെയാണ്. ഫ്ലോട്ടിൻ്റെ സൈസും 4 ആണ്. അപ്പോൾ ഫ്ലോട്ടിൻ്റെ കൂടെ നമുക്ക് ലോങ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലോങ് ഫ്ലോട്ട് എന്ന് കൊടുത്താൽ അതിൻ്റെ സൈസ് വീണ്ടും കൂടും. അവസാനത്തേത് നോക്കൂ, ലോങ് ഡബിൾ. ലോങ് ഡബിൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് 10 ബൈറ്റ്സ് ആയി മാറി. ഡബിളിൻ്റെ സാധാരണ സൈസ് 8 ആണ്, പക്ഷെ ലോങ് ഡബിൾ ആയതുകൊണ്ട് 8 ബൈറ്റായി. അപ്പോൾ അതിൻ്റെ റേഞ്ചും മാറും. അപ്പോൾ ഒരു ഡാറ്റാ ടൈപ്പിൻ്റെ സൈസിനെയും റേഞ്ചിനെയും മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന കീവേഡ്സിനെയാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ നേരത്തെ ഓപ്പറേറ്റേഴ്സ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട്. അതെല്ലാം യൂണറി ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും യൂണറി ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ആദ്യത്തേത് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ. എന്തിനു വേണ്ടിയാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്? ദിസ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രിമെൻറ്റിങ് ദി കണ്ടൻറ്റ് ഓഫ് ആൻ ഇൻറ്റിജർ വേരിയബിൾ ബൈ 1. ഒരു ഇൻറ്റിജർ വേരിയബിളിൻ്റെ വാല്യൂ 1 കൂട്ടുവാനാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് 2 തരമുണ്ട്. പ്ലസ് എക്സ്, അതായത് പ്രീ ഇൻക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ വേരിയബിളിനേക്കാൾ അല്ലെങ്കിൽ ഡാറ്റയേക്കാൾ മുന്നിലാണ് വരുന്നത്. അതുപോലെ പോസ്റ്റ് ഇൻക്രിമെൻറ്റ് x++, എക്സിന് ശേഷമാണ് അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് ശേഷമാണ് സിമ്പിൾ വരുന്നത്, അതുകൊണ്ട് അതിന് പോസ്റ്റ് ഇൻക്രിമെൻറ്റ് എന്ന് പറയും. അപ്പോൾ ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ 2 തരമാണ്, ++xഉം x++ഉം. ഇറ്റ് ഈസ് സെയിം ടു x = x+1. എക്സിലേക്ക് 1 കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതെന്തിന് തുല്യമാണ്? x = x+1 എന്നതിന് തുല്യമാണ് ++xഉം x++ഉം. നെക്സ്റ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ. എന്താണ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ? ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂണറി ഓപ്പറേറ്ററാണ്. ഒരു വേരിയബിളിൻ്റെ അല്ലെങ്കിൽ ഒരു ഡാറ്റയുടെ വാല്യൂ 1 കുറക്കാനാണ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഡിക്രിമെൻറ്റ് ഓപ്പറേറ്ററും 2 തരമുണ്ട്, പ്രീ ഡിക്രിമെൻറ്റും പോസ്റ്റ് ഡിക്രിമെൻറ്റും. പ്രീ ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ -x, പോസ്റ്റ് ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ x-. രണ്ടും എന്താണ്? എക്സിൻ്റെ വാല്യൂ 1 കുറക്കും. നെക്സ്റ്റ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഒന്നാമത്തെ കോളം നോക്കൂ, x = x+10. രണ്ടാമത്തെ കോളം നോക്കുക, x = x+10. എക്സിലേക്ക് 10 കൂട്ടുക. അതിന് തുല്യമായ ഓപ്പറേഷനാണ് x + = 10.
എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാലും എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്ന് പറഞ്ഞാലും രണ്ടും തുല്യമായ ഓപ്പറേഷനാണ്. രണ്ടും എന്താണ്? എക്സിൻ്റെ വാല്യൂ 10 വർദ്ധിപ്പിക്കും. നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ എക്സ് മൈനസ് 10, അതും തുല്യമായ ഇക്വാലൻറ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷനാണ്. എക്സ് മൈനസ് ഇസ് ഈക്വൽ ടു 10. അതേപോലെ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10, എക്സിൻ്റെ വാല്യൂ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിന് തുല്യമായ ഓപ്പറേഷനാണ് എക്സ് ഇൻറ്റു ഈക്വൽ ടു 10. അതേപോലെ ഡിവിഷൻ ഓപ്പറേഷൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ബൈ 10, എക്സിൻ്റെ വാല്യൂ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അതിന് തുല്യമായ ഓപ്പറേഷനാണ് എക്സ് ബൈ ഇസ് ഈക്വൽ ടു 10. നെക്സ്റ്റ് അവസാനത്തത് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മോഡ് 10, എക്സിൻ്റെ മോഡ് 10 കൊണ്ടുള്ള മോഡ് കാണുക, അതിന് തുല്യമായ ഓപ്പറേഷനാണ് എക്സ് മോഡ് ഇസ് ഈക്വൽ ടു 10. അപ്പോൾ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഇതിലേതെങ്കിലും ഒന്ന് തരും. ഫോർ എക്സാമ്പിൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 10 എന്ന് തന്നിട്ട് അതിന് തുല്യമായ ഓപ്പറേഷൻ എഴുതാൻ പറയും. അതേതാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്, എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു 10. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിലടുത്ത ഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളത് ടൈപ്പ് കൺവേർഷനാണ്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒന്നിൽ നിന്ന് മറ്റൊന്ന് മാറ്റുക അല്ലേ, ഒന്നിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുക. ടൈപ്പ് കൺവേർഷൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ടൈപ്പിനെ, ഒരു ഡാറ്റയുടെ ടൈപ്പിനെ ഒന്നിൽ നിന്ന് മറ്റൊരു ഡാറ്റ ടൈപ്പിലേക്ക് മാറ്റുക. ദി ഡാറ്റ ടൈപ്പ് ഓഫ് വൺ ഓപ്പറൻറ്റ് വിൽ ബി കൺവേർട്ടഡ് ടു അനദർ. ഒരു ഓപ്പറൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഡാറ്റയുടെ അല്ലെങ്കിൽ ഒരു വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുക. ഇത് രണ്ട് തരമുണ്ട്, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ആണ് ആദ്യത്തേത്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് C++ൻ്റെ കമ്പൈലർ ഡാറ്റ ടൈപ്പ് മാറ്റുന്നതാണ്. ഒരു ഡാറ്റയുടെ അല്ലെങ്കിൽ ഒരു ഓപ്പറൻറ്റിൻ്റെ ഡാറ്റ ടൈപ്പ് C++ കമ്പൈലർ തന്നെ മാറ്റുന്നതിനെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, 6 + 2.5, 6 2.5 കൂട്ടുക, ആൻസർ നമുക്ക് കിട്ടുക 8.51. ഇത് C++ൽ ചെയ്യുന്നത് ഇങ്ങനെയല്ല. ആദ്യം എന്ത് ചെയ്യും, 6നെ 6.0 മാറ്റും, പ്ലസ് 2.5, രണ്ടും ഫ്ലോട്ടായിട്ട് മാറ്റിയതിന് ശേഷമാണ് അഡീഷൻ നടക്കുക. അപ്പോൾ ടൈപ്പ് പ്രൊമോഷനിൽ ചെറിയ ഡാറ്റ ടൈപ്പിൽ നിന്ന് വലിയ ഡാറ്റ ടൈപ്പിലേക്കാണ് മാറ്റുന്നത്. അതുകൊണ്ട് അതിന് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഉയരത്തിലേക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ചെറിയ ഡാറ്റ ടൈപ്പിനെ വലിയ ഡാറ്റ ടൈപ്പിലേക്കാണ് മാറ്റുന്നത്. അടുത്തത് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷനാണ്. എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമർ ഡാറ്റ ടൈപ്പിനെ മാറ്റുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. അപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റ് പി. അതൊരു ഇൻറ്റ് പി എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ഡിക്ലറേഷനാണ്. പി എന്ന വേരിയബിൾ, പി എന്ന ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് പീനെ നമുക്ക് ഡാറ്റ ടൈപ്പ് മാറ്റണം. പീനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലോട്ടിലേക്ക് മാറ്റണം. അപ്പോൾ എന്താ അവിടെ കൊടുത്തത്, ആദ്യം ബ്രാക്കറ്റിൽ ഫ്ലോട്ട് എന്ന് എഴുതി പിന്നീട് പി എന്ന് കൊടുത്തു അല്ലേ. ഇങ്ങനെയാണ് ഫ്ലോട്ടിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് എക്സ്പ്ലിസിറ്റ് കൺവേർഷനിൽ ഏത് ഡാറ്റ ടൈപ്പിലേക്കാണോ മാറ്റേണ്ടത് ആ ഡാറ്റ ടൈപ്പാണ് ബ്രാക്കറ്റിൽ എഴുതേണ്ടത്. അതിനുശേഷം ഡാറ്റ എഴുതുക അല്ലെങ്കിൽ വേരിയബിൾ എഴുതുക. അപ്പോൾ ഇവിടെ പി എന്ന ഡാറ്റ ടൈപ്പിന് ഫ്ലോട്ടിലേക്ക് മാറ്റുന്നത് നോക്കൂ. ഇത്രയും കാര്യങ്ങളാണ് 6ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്, C++ൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തു നിന്നൊക്കെ വൺ വേർഡ് ആയിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 3 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിൻ്റെ കൂടെ തരുന്ന ക്വസ്റ്റ്യൻസും പഠിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കുക.